Now, our next topic is motions and resolutions. എന്താണ് motion? എന്താണ് resolution എന്നുള്ളത്? Motion means it can be defined as a definite proposal or proposition put before a meeting for consideration and decision. ഒരു consideration decision കിട്ടാൻ വേണ്ടി ഒരു മീറ്റിങ്ങിൻ്റെ മുമ്പിൽ നമ്മൾ പ്രപ്പോസൽ കൊണ്ടുവയ്ക്കണം. അതിനാണ് നമ്മൾ motion എന്ന് പറയുക. All right. അതവിടെ പറയുന്നത് all matters for decisions before the meeting of a company are placed in the form of a proposal called motions. So motion is a definite proposal or proposition put before a meeting for consideration and decision. ആരാണ് ഈ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നത് ആരാണ്? അദ്ദേഹത്തെയാണ് നമ്മൾ പ്രപ്പോസർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ മോഷൻസ് കൊണ്ടുവരുന്നത് പ്രപ്പോസറാണ്. സോ മോഷൻ ഇസ് എ പ്രപ്പോസൽ made by a member and he is called as proposer. Special motion requires prior notice so that it may be included in agenda. അജണ്ടയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സ്പെഷ്യൽ മോഷൻ ആവശ്യമാണ്. ഓക്കെ, ഒരു പ്രയർ നോട്ടീസ് അവിടെ കൊടുത്തെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൊരു കാര്യം പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അജണ്ടയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. സോ മോഷൻ, സിംപ്ലി മോഷൻ മീൻസ് ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് പ്രപ്പോസൽ ഓർ പ്രപ്പോസിഷൻ put before a meeting for consideration and decision. A motion when passed is called what? Resolution. ആ ഒരു മോഷൻ, ആ ഒരു പ്രപ്പോസൽ പാസ് ചെയ്താൽ അത് എന്തായി മാറുന്നു? റെസൊല്യൂഷനായി മാറുന്നു. റെസൊല്യൂഷൻ ഇസ് അനദർ ഫോം ഓഫ് മോഷൻ. പുട്ട് ഇറ്റ് ഈസ് മോർ ഫോമൽ ആൻഡ് യൂഷ്വലി യൂസ്ഡ് ഫോർ മോർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് മോർ ഫോമൽ ആയിരിക്കും. ഇപ്പോൾ ഒരു മോഷൻ കൊണ്ടുവരുന്നത് പാസ്സായാൽ അത് റെസൊല്യൂഷനാണ്. സോ ഇറ്റ് ബിക്കംസ് വാട്ട്? ഫോമൽ ആൻഡ് യൂഷ്വലി യൂസ്ഡ് ഫോർ more important issues. So this is what motions and resolution. ഇനി മോഷന് ചില വാലിഡ് റിക്വസ്റ്റേഴ്സ് ഉണ്ട്, എസെൻഷ്യൽസ് ഉണ്ട്. ഇറ്റ് മസ്റ്റ് ബി വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദ നോട്ടീസ്, ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, ഫ്രെയിംഡ് ഇൻ എ പോസിറ്റീവ് ഫോം, ആൻഡ് ഇറ്റ് ഷുഡ് കമൻസ് വിത്ത് ദ വേർഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡിൽ തന്നെ പ്രപ്പോസൽ കൊണ്ടുവരണം. ഓക്കെ, ആൻഡ് ലാംഗ്വേജ് ഓഫ് ദ മോഷൻ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഫ്രീ ഫ്രം ആംബിഗിറ്റി. ഒരു കൺഫ്യൂഷൻസ് ഒന്നും അതിൽ ഉണ്ടാവാൻ പാടില്ല. ആ മോഷൻ കൊണ്ടുവരുന്ന പ്രപ്പോസൽ കൊണ്ടുവരുന്ന ആ പ്രപ്പോസലിൻ്റെ ലാംഗ്വേജ് ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ദാറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ വൺ ആൻഡ് ദ സെക്കൻഡ് ബൈ അനദർ. അതായത് ഒരു കണ്ടിന്യൂസ് ഫ്ലോയിലായിരിക്കണം അത് കൊണ്ടുവരേണ്ടത്. എല്ലാം കൂടെ ബൾക്കായി കൊണ്ടുവന്ന് അവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, ആംബിഗിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ ഇറ്റ് ഷുഡ് ബി പ്രപ്പോസ്ഡ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡ്യൂലി സൈൻഡ് ബൈ ദ പ്രപ്പോസർ. ഓക്കെ, അതും ആ കാര്യങ്ങളും കൂടെ മോഷൻസിൽ നോക്കേണ്ടതാണ്. നെക്സ്റ്റ് our topic is company secretary. Who is a company secretary? So company secretary is a principal officer responsible for the secretarial and management of the business as per policy and instructions laid down by the Companies Act and Board of Directors. ഈ വേർഡ് സെക്രട്ടറി എന്നുള്ളത് സെക്രട്ടേറിയസ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ സെക്രട്ടറി എന്നുള്ള ഒരു വേർഡ് അറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മീനിങ് കോൺഫിഡൻഷ്യൽ ഓഫീസർ എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹീ ഈസ് എ പ്രിൻസിപ്പൽ ഓഫീസർ ആൻഡ് ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്രട്ടറിയൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് as per policy and instructions laid down by the Companies Act and Board of Directors. Companies Act പ്രകാരം പറഞ്ഞ പോലെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയുന്ന പ്രകാരവും ആ ഒരു പോളിസിയിൽ വളരെ സിൻസിയറായിട്ട് റെസ്പോൺസിബിളായിട്ട് ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റും സെക്രട്ടറിയൽ ഫങ്ഷൻസും ഹാൻഡിൽ ചെയ്യുന്ന ആ പ്രിൻസിപ്പൽ ഓഫീസറുടെ പേരാണ് കമ്പനി സെക്രട്ടറി. അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട്, a secretary must be an individual. So any firm or body corporate cannot be appointed as a secretary. ഒരു കമ്പനിയെ പോയിട്ട് നമുക്ക് സെക്രട്ടറി ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആണ്. അപ്പോൾ ഒരു സെക്രട്ടറി മീൻസ് വാട്ട്? ഇറ്റ് മസ്റ്റ് ബി ആൻ ഇൻഡിവിജ്വൽ. ദെൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 subsection 24, company secretary means a company secretary as defined in the clause C of subsection 1 of section 2 of the Companies Secretaries Act 1980, who is appointed by a company to perform the functions of a company secretary under the act. കേൾക്കുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല. കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980 പ്രകാരം പറഞ്ഞ പോലെയുള്ള ഒരാൾ, അതായത് അയാൾ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്? കമ്പനി അപ്പോയിൻറ്റ് ചെയ്യണം. എന്തിനാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്? ടു പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി സെക്രട്ടറി അണ്ടർ ദ ആക്ട്. അപ്പോൾ ആക്ടിൽ പറയുന്നുണ്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ക്ലോസ് സിയിലും സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 2 സെക്ഷൻ 2യുടെ സബ്സെക്ഷൻ 1 പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് ദ കമ്പനി സെക്രട്ടറി, എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യണം. അത് പ്രകാരം പറഞ്ഞ പോലെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ് കമ്പനി സെക്രട്ടറി. ഓക്കെ, അതുപോലെ സെക്രട്ടറീസ് ക്വാളിഫിക്കേഷൻ ഓൾസോ. എന്തൊക്കെയാണ് ഒരു സെക്രട്ടറിക്ക് വേണ്ട
qualification. See, he should be a degree in law granted by any university, and he should have a membership of the Institute of Chartered Accountants of India or Institute of Cost and Work Accountants of India. അവിടുത്തെ ഒരു മെമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കണം. ആൻഡ് ഹി ഷുഡ് ബി എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഗ്രാൻഡഡ് ബൈ എനി യൂണിവേഴ്സിറ്റി, or membership of the Association of Secretaries and Administrations, and postgraduate diploma in company secretaryship. അതിലൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഒരു സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഹി ഷുഡ് ഹാവ് നോളേജ് ഓഫ് കമ്പനി ലോ, നോളേജ് ഓഫ് മെർക്കൻഡൈൽ ലോ, നോളേജ് ഓഫ് എക്കണോമിക്സ്, നോളേജ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, and general knowledge. He should have that. Okay, these are the qualifications of a company secretary. ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഒരു സെക്രട്ടറിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ടു റിപ്പോർട്ട് ടു ദ ബോർഡ് അബൌട്ട് കംപ്ലൈൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട്, ദ റൂൾസ് മെയ്ഡ് ദർ അണ്ടർ ആൻഡ് അതർ ലോസ് അപ്ലിക്കബിൾ ടു ദ കമ്പനി. അതായത് ഒരു കമ്പനിക്ക് കമ്പനിയുടെ നടത്തിപ്പ് പ്രകാരം ആ ലോയിൽ എന്തൊക്കെ പറയുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്രൊസീഡ് ചെയ്ത്, കംപ്ലൈൻസ് എന്ന് വെച്ചാൽ അതൊക്കെ പ്രൊസീഡ് ചെയ്ത് കൊണ്ടുപോകുന്നില്ലേ, അതിൻ്റെ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്നില്ലേ, ഇതൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? കമ്പനി സെക്രട്ടറിക്കാണ്. ദെൻ ടു എൻഷുർ ദാറ്റ് ദ കമ്പനി കംപ്ലൈസ് വിത്ത് ആപ്ലിക്കബിൾ സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അല്ലേ പോകുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ദെൻ ടു ഡിസ്ചാർജ് സച്ച് അതർ ഡ്യൂട്ടീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. പിന്നെ പറഞ്ഞ പ്രകാരം, ആക്ട് പറഞ്ഞ പ്രകാരം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞ പ്രകാരമുള്ള ഡ്യൂട്ടീസൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ? ഡിസ്ചാർജ് ചെയ്യും. ആര് ചെയ്യണം? കമ്പനി സെക്രട്ടറി ചെയ്തിരിക്കണം. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ കമ്പനി സെക്രട്ടറി. നൗ ലീഗൽ പൊസിഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയുടെ ലീഗൽ പൊസിഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ലീഗൽ പൊസിഷൻ എന്ന് പറയുന്ന സമയത്ത് അത് സെർവൻറ്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, ഒരു കമ്പനിയുടെ സെർവൻ്റായിട്ട് കമ്പനി സെക്രട്ടറി ആക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓഫീസർ ഓഫ് ദ കമ്പനി ആൻഡ് ഓൾസോ ദ ഏജൻറ്റ് ഓഫ് ദ കമ്പനി. ഇപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നതിൽ ദർ ആർ 7 ഡ്യൂട്ടീസ്. ലൈക്ക് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഉണ്ടാവും. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ അത് കമ്പൽസറി ഡ്യൂട്ടീസാണ്. അതിൻ്റെ ബുക്സും രജിസ്റ്റേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഫയൽസൊക്കെ രജിസ്ട്രാർക്ക് കറക്റ്റ് ഡേയ്സിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യുക, അലോട്ട്മെൻറ്റും ട്രാൻസ്ഫറും ഫോർഫീച്ചേഴ്സ് ഓഫ് ഷെയർസ് ഒക്കെ നടക്കും കമ്പനീസിൽ. അതുപോലെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. അതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഡ്യൂട്ടീസാണ്. ഈ മീറ്റിങ്സിൻ്റെ റെക്കോർഡ്സും പ്രൊസീഡിങ്സും ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിൽ പെട്ടതാണ് ഒരു കമ്പനി സെക്രട്ടറിയുടെ. ദെൻ ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ഡയറക്ടേഴ്സിൻ്റെ കറസ്പോണ്ടൻസും കാര്യങ്ങളും ബോർഡ് ഓഫ് മീറ്റിംഗ്സും അതിൻ്റെ മിനിറ്റ്സും എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ കമ്പനി സെക്രട്ടറി ആയിരിക്കും. അതുപോലെ ഇൻ റിലേഷൻ ടു ഷെയർ ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് അവരെ അവരെ കൺവിൻസ് ചെയ്യുന്നതും അവരുടെ കൺസെൻറ്റ് വാങ്ങുന്നതും എല്ലാം കമ്പനി CS-ൻ്റെ ഡ്യൂട്ടീസാണ്. Then duties towards organization and office, duties in relation to public, duties before incorporation and duties after incorporation. ഇൻകോർപ്പറേഷന് മുമ്പും ആഫ്റ്ററും ഒക്കെ വരുന്ന എല്ലാ ഡ്യൂട്ടീസും കമ്പനി സെക്രട്ടറിയാണ്. അതിൻ്റെ മെയിൻ കാര്യങ്ങളെല്ലാം, മാനേജറിയൽ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറി. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓർഡിനറി ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ എന്താണ് ഓർഡിനറി റെസൊല്യൂഷൻ, എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്നുള്ളത് പഠിക്കണം. അതുപോലെ വാട്ട് യു മീൻ ബൈ motion and resolution. Okay, then explain annual general meeting, discuss the requests of a valid meeting, explain the qualities, powers and the duties of a chairman of a company meeting. And the next question is give an account of the different types of company meetings. And the next is describe the duties of company secretary. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ബാക്കിയുള്ളതും പഠിക്കണം വേണ്ട എന്നല്ല, ബട്ട് ദീസ് ക്വസ്റ്റ്യൻസ് യു ഷുഡ് focus. Okay, thank you.